കേട്ടതിനേക്കാളും കുറച്ച് അധികമുണ്ട്. കാരണം അല്പം ഇച്ചിരി അധികം വലിയ പേജുള്ള. അപ്പോൾ ഇനി ഒരു മാസത്തിലൊരു മുഴുവൻ വായിക്കുകയാണെങ്കിൽ 1 മണിക്കൂറോടെ വായിക്കത്തക്ക കുറച്ച് കാര്യങ്ങളുണ്ട്. ഗവൺമെൻറ് 4 വർഷക്കാലത്ത് കുറച്ച് ഫാക്ടറികൾ ഉൾപ്പെടുത്തി. അപ്പോൾ അത് നോക്കണം. അപ്പോൾ എല്ലാം അവിടെ പറഞ്ഞാൽ സമയം എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. നമ്മുടെ കൂടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫിനാൻസ് ആണ്, അദ്ദേഹത്തിൻ്റെ നമ്മുടെ സെക്രട്ടറിയാണ് ജയതിലക്, ഡോക്ടർ ജയതിലക്. അജിത് പാട്ടീൽ FR ആണ്, ഫിനാൻസ് റിസോഴ്സസിൻ്റെ സെക്രട്ടറി. കേശവേന്ദ്ര പിന്നെ എക്സ്പെൻഡിച്ചറിൻ്റെ പിന്നെ റെൻ നമ്മുടെ സ്പെഷ്യൽ സെക്രട്ടറിയാണ്. സച്ചിൻ നമ്മളിവിടെ ഫൈനാൻസിൻ്റെ ചാർജാണ്, ഡെപ്യൂട്ടി സെക്രട്ടറിയാണ്. വാസ്തവത്തിലധികം പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നതായിരിക്കില്ല, ചോദിക്കുന്നത് പറയുന്നതായിരിക്കും നല്ലത്. വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്രാവശ്യം ബഡ്ജറ്റിനൊപ്പം കഴിഞ്ഞ തവണ നമ്മൾ എൻവയോൺമെൻറ്റ് അതിന് ബാറാണ്ടി അവതരിപ്പിച്ചുകൊണ്ട് ഇപ്രാവശ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ബഡ്ജറ്റ് ഡോക്യുമെൻറ്റുകൾ അതിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ഇതാണ് ഇപ്പോൾ വിതരണം ചെയ്ത് വരുന്നേ ഉള്ളൂ. നമ്മുടെ സിറ്റിസൺസ് ബഡ്ജറ്റാണ്, സിറ്റിസൺസ് ഗൈഡ് ടു ബഡ്ജറ്റ്. അപ്പം ഞാനിത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇതിപ്പം ഈ ബഡ്ജറ്റ് അതിൻ്റെ കണക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്നതല്ല. ഈ കണക്കെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രസ്താവനകൾ പോലെയുള്ളതല്ല. നമ്മളിതിനകത്ത് എല്ലാ കണക്കുണ്ട്, ഏതൊരാൾക്കും മനസ്സിലാവുന്ന തരത്തിലേക്കുള്ള എല്ലാ കണക്കുകളും അത് നമ്മുടെ മാതൃഭാഷയിൽ തന്നെയാണ് ചാർട്ടുകൾ സഹിതം അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. ആ ഡോക്യുമെൻ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, ഇത്തവണ ബഡ്ജറ്റ് നമ്മൾ അവതരിപ്പിച്ച് തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയാണോ അല്ലയോ എന്നുള്ള സംശയം പലപ്പോഴും പ്രതിപക്ഷം പറയും. പക്ഷേ നിങ്ങൾ കുറച്ചുകൂടെ ഗൗരവത്തോടുകൂടി കാര്യങ്ങൾ നോക്കുന്ന ആളുകളെന്ന നിലയിൽ ഇതിൻ്റെ ഓരോ ഭാഗവും നോക്കണം എന്ന് പറയാനാണ്. ബഡ്ജറ്റിനകത്ത് നമ്മൾ തുടങ്ങിയത് തന്നെ നമ്മുടെ നാടിൻ്റെ, കേരളത്തിൻ്റെ ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ നേരത്തെയുള്ള കടുത്ത ഒരു സ്ഥിതിയെക്കാളും മാറി ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ആകെ ഇതിനെ കവർ ചെയ്തെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, പക്ഷെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ആ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും സിറ്റിസൺ ബഡ്ജറ്റിലും ഉണ്ട്, നമ്മുടെ ബഡ്ജറ്റ് ഇൻ ബ്രീഫിനകത്ത് എല്ലാ അക്കൗണ്ടും ഉണ്ട്. അപ്പം അതിനകത്ത് എങ്ങനെയാണ് കേരളത്തിലെ ഗവൺമെൻറ്റിനകത്ത് ഈ പിന്നെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ മാറ്റങ്ങൾ വന്നേ? ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം, നമ്മുടെ ബഡ്ജറ്റ് ബ്രീഫിലുണ്ട്. കോവിഡ് സമയം കഴിഞ്ഞിടത്ത് വല്ലാത്ത സ്റ്റാഗ്നേഷനായിരുന്നു. വലിയ തോതിൽ ഫണ്ടുകളൊക്കെ കിട്ടുന്ന സമയമായിരുന്നു. കോവിഡ് സമയത്ത് ബോറോയിങ് കൂടുതലുണ്ട്. ആ സമയത്ത് 12,000 കോടി രൂപ GST കോമ്പൻസേഷൻ നമുക്ക് കിട്ടുമായിരുന്നു. ഇതെല്ലാം ഉണ്ട്, നിങ്ങൾക്ക് കണക്കുകൾ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ആവർത്തിക്കുന്നില്ല. അങ്ങനെ ആയിട്ട് പോലും നമുക്കൊരു 1,58,000 59,000 അപ്പുറത്തേക്ക് വാർഷിക ചെലവ് കൊണ്ടുപോകാൻ പറ്റിയില്ല. ഇതിനകത്തല്ല നടത്തിയത്. പക്ഷേ ഈ വർഷം നമ്മുടെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് കഴിഞ്ഞ 4-ാം വർഷം റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റിനകത്ത് നമ്മൾ 1,78,000 കോടി രൂപയുടെ എക്സ്പെൻസാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, അത് മാർച്ച് വരെ ഉള്ളതാണ്. ചിലപ്പോൾ അതിനകത്ത് 2,000-3,000 കോടിയുടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം. എപ്പോഴും REയിൽ വരുന്നത് അങ്ങനെയാണ്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ 1,59,000 കോടിയിൽ നിന്നും 1,78,000 ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 18,000 കോടിയിലധികം രൂപ ഈ കഴിഞ്ഞ വർഷത്തിന് മുമ്പ് ഇങ്ങോട്ട് വരുമ്പം അത്രയും ചിലവ് വന്നിട്ടുണ്ട്. അപ്പോൾ ചിലവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആരംഭത്തിൽ പറഞ്ഞത്. ഒരു പോസിറ്റീവായ ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി വരുന്നു. പക്ഷേ കിട്ടാനുള്ള 50,000 കോടിയിലധികം രൂപ കിട്ടേണ്ടതാണ്. കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ സംസ്ഥാനത്തെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഭരണകക്ഷിയും മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് തന്നെയാണ് ധനകാര്യ കമ്മീഷൻ മുന്നേ കാര്യങ്ങളും കണക്കുകളും അവതരിപ്പിച്ചത്. അവിടെ പറഞ്ഞ കണക്ക് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ കണക്കിനകത്ത് വ്യത്യാസമില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിന് കിട്ടേണ്ടതനുസരിച്ച് അതെല്ലാം കിട്ടിയാൽ നമ്മുടെ സ്ഥിതി കുറച്ചുകൂടെ മെച്ചമാകും. എന്തായാലും നമ്മൾ ഡേ ടു ഡേ മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിലേക്ക് ഇതാകെ നിന്നു പോകുന്ന സ്ഥിതിയിൽ നിന്നും മെച്ചപ്പെട്ട തരത്തിലേക്ക് നമുക്ക് വന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ടാക്സിൻ്റെ കാര്യത്തിൽ, റവന്യൂവിൻ്റെ കാര്യത്തിൽ വന്ന ഇമ്പ്രൂവ്മെൻറ്റാണ്. അതും ഇതിനകത്തുണ്ട്, ഞാൻ ആവർത്തിക്കുന്നില്ല. കണക്കതിനകത്ത് ബഡ്ജറ്റിൻ്റെ ആദ്യത്തെ ഒരു 5-8 പേജ് വായിച്ച അതിനകത്തുണ്ട്. 47,000 കോടിയായിരുന്നു സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ. അവിടുന്നാണ് 80,000 കോടിയിലേക്ക് ഈ വർഷം എത്തും. 81,000 കോടിയാണ് എക്സാക്ട്ലി ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻ. 81,627. എന്നാലും 80,000 കോടിയിലേക്ക് എത്തും. അന്ന് 47,000, ഇപ്പോൾ 80,000 എത്തും. അത് കോവിഡ് സമയത്തുള്ള ഒരു കണക്കിൽ നിന്ന് വരുന്ന മാത്രമല്ല, കോവിഡ് വന്നുകൊണ്ട് ഗ്രോത്ത് നല്ലതുപോലെ വന്നു. പക്ഷേ കോവിഡിന്
മുമ്പ് ആ സമയത്ത് 47,000 ഉണ്ടായിരുന്നു, ഇപ്പോൾ 80,000 സ്റ്റേറ്റ് ഓൺ ടാക്സ്. നമ്മുടെ തനത് വരുമാനം നികുതിയും നികുതി ഇതരമായ വരുമാനം നോക്കുമ്പോൾ അത് 1 ലക്ഷം കോടിയിലേക്ക് അധികം വന്നു, 54,000 കോടിയിൽ. അപ്പോൾ ആ ഗ്രോത്ത് ഉണ്ട്.